ഹലോ, വെൽക്കം ബാക്ക് ടു ആര്യാസ് ഓറ. അപ്പം നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിന്. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഗുരുവായൂർ അമ്പലത്തിലും ആനക്കോട്ടയിലും പോയ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിന്. വഴിയിൽ കണ്ട തട്ടുകടയിൽ കയറിയിട്ട് നമ്മൾ നല്ല പുട്ടും മീൻകറിയും മീൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈയും എല്ലാം കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ടാ. അവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് വേറെ തന്നെയാണ്. നമ്മൾ നേരെ റൂമിൽ പോയിട്ട് കുറച്ച് ടൈം റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടാണ് രാവിലെ അമ്പലത്തിൽ പോയത്. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫേമസ് ഒരു കോൾഡ് കോഫി കിട്ടുന്ന സ്പോട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായി. പിന്നെ കുറേ സമയം അമ്പലത്തിൽ ചുറ്റിപ്പറ്റി നടന്ന് കുറേ സാധനങ്ങളെല്ലാം വാങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. നല്ല മസാല ദോശയും വടയും ചായയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഹോട്ടലിൻ്റെ പേര് നന്ദിനി എന്നാണ് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്ത് തിരിച്ച് വരാൻ റെഡി ആയിട്ടാണ്. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായത് അവിടുത്തെ പങ്കജ് റെസിഡൻസിയിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റൂം നോക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സാണ് കേട്ടോ. നല്ല നീറ്റ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പോയത് ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് കേട്ടോ. എപ്പം ഗുരുവായൂർ പോയാലും ഇവിടെ കയറിയിട്ടേ നമ്മൾ തിരിച്ചു പോക്കില്ലൂ. ഗുരുവായൂരിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആനകൾ ഒരു സ്ഥലത്ത് കാണാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഓരോ ആനേനെയും കാണാൻ തുടങ്ങി. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നവർ എന്തായാലും വീഡിയോ ഒന്ന് കയറി നോക്കിക്കോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. നമ്മൾ ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞ് അടിയിലൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് ഗൂഗിളിൽ നോക്കിയ റിവ്യൂ കണ്ടിട്ട് കയറിയതാണ്. പക്ഷെ ഫുഡ് കയ്യിൽ കിട്ടി കഴിച്ച് തുടങ്ങുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായ. ആ റൈസിൻ്റെ ക്വാളിറ്റി ആയാലും ടേസ്റ്റ് ആയാലും മസാലേൻ്റെ ടേസ്റ്റ് ആയാലും ഫുള്ള് അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.